ലഹരി ഉപയോഗത്തിന്റെ പേരിൽ വിവാദത്തിനായ നടൻ ഷൈൻ ടോം ചാക്കോയോട് കഴിഞ്ഞ ദിവസം AR റഹീം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ നാട് ആരാണ് ഭരിക്കുന്നത് എന്ന് അറിയാമോ? അധികം നെകളിപ്പ് വേണ്ട എന്ന തരത്തിൽ. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാമോ എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. തിരഞ്ഞെടുപ്പ് കാലത്ത് LDFന് പിന്തുണ പ്രഖ്യാപിച്ച സമൂഹ മാധ്യമത്തിൽ ഷൈൻ ടോം ചാക്കോ കുറിച്ച ഒരു കുറിപ്പ്, ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് VT ബൽറാം. ആരുടെ ഉറപ്പിലാണ് ഈ മയക്കുമരുന്ന് വീരന്മാർ കേരളത്തിൽ അഴിഞ്ഞാടുന്നത് എന്ന് ഉറപ്പാണ് LDF എന്ന ഷൈൻ ടോമിന്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ബൽറാം ചോദിക്കുന്നു. ഉറപ്പാണ് LDF, ഉറപ്പാണ് MB രാജേഷ്. ഇങ്ങനെയാണ് 2021 മാർച്ച് 10 ഷൈൻ ടോം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ കുറിപ്പിലുള്ളത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഷെയർ ചെയ്തുകൊണ്ട് ബൽറാം ചോദിക്കുന്നത്, ആരുടെ ഉറപ്പിലാണ്, ആരുടെ തണലിലാണ് ഈ മയക്കുമരുന്ന് വീരന്മാർ കേരളത്തിൽ അഴിഞ്ഞാടുന്നത്? എക്സൈസ് വകുപ്പും ആഭ്യന്തര വകുപ്പുമാണ് മറുപടി പറയേണ്ടത് എന്നും ബൽറാം കുറിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങിയോടിയ സംഭവത്തിൽ നടൻ പോലീസിന് മുന്നിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരായത്. ഹോട്ടൽ മുറിയിൽ ഇറങ്ങിയോടിയതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരമാണ് നടപടി. ഷൈന്റെ രക്ഷപ്പെടലിന് പിന്നിലെ കാരണം കൃത്യമായി ചോദിച്ചറിയാനാണ് പോലീസിന്റെ നീക്കം. അതിനാൽ ഷൈന്റെ കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പോലീസ് സംഘം പരിശോധിച്ചതായാണ് വിവരം. ഈ കാലയളവിൽ ഷൈൻ താമസിച്ച 6 ഹോട്ടലുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഒരുങ്ങുന്നത് എന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലിനെ നേരിടാൻ ഷൈൻ അഭിഭാഷകരുടെ സഹായം തേടിയതായും റിപ്പോർട്ടുകളുണ്ട്. ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ സംഭവത്തിൽ ഹാജരായ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ട് എറണാകുളം നോർത്ത് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ തൃശൂരിലെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയിരുന്നു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശിച്ചിരുന്നത്. പിന്നാലെയാണ് വൈകിട്ട് ഹാജരാകും എന്ന് വ്യക്തമാക്കി കുടുംബം രംഗത്തെത്തിയത്. കേസ് വെറും ഓലപ്പാമ്പാണെന്നും നാളെ വൈകിട്ട് 3 മണിക്ക് ഷൈൻ ഹാജരാകുമെന്നും കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ അതിനു മുന്നേ ഷൈൻ ഹാജരായി. ലഹരി പരിശോധനയ്ക്ക് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയപ്പോൾ എന്തിനാണ് ഓടി രക്ഷപ്പെട്ടത് എന്ന ചോദ്യത്തിനാണ് പോലീസ് പ്രധാനമായി ഉത്തരം തേടുക. സെൻട്രൽ SP നേതൃത്വത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത്. ഷൈൻ രക്ഷപ്പെട്ടതിന് പിന്നാലെ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായിരുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാലും ഷൈന്റെ അമ്മ പറയുന്നത് മകൻ എല്ലാറ്റിനോടും പേടിയാണ്, ആ പേടി കൊണ്ടാണ് പോലീസിനെ കണ്ടപ്പോൾ അവൻ ഇറങ്ങി ഓടിയത് എന്നാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ഷൈൻ ടോം ചാക്കോ എന്ത് ഉറപ്പിലാണ് ഷൈൻ ടോം ചാക്കോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് ഇപ്പോൾ റഹീമിന് ഏകദേശം ഉറപ്പായി കാണും എന്നാണ് ബൽറാം ഷെയർ ചെയ്ത പോസ്റ്റിന് താഴെ സമൂഹ മാധ്യമങ്ങളിൽ പലരും വന്ന് കമന്റ് ചെയ്യുന്നത്. ആരുടെ ഉറപ്പിലാണ് ഇവരെല്ലാവരും? സിനിമാ മേഖലയായാലും ഈ നാട്ടിൽ ലഹരിയുടെ ഇത്രയധികം പ്രചരണം നടക്കുന്നത് എന്നത് ഇപ്പോൾ മനസ്സിലായി കാണും എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.